വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഓൾ. അപ്പോൾ കുറേ നാളിന് ശേഷം കേട്ടോ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കണ്ണനെ അംഗനവാടിയിൽ ആദ്യമായിട്ട് വിടാൻ പോവുകയാണ്. അംഗനവാടിയല്ല, ക്രഷാണ്. അപ്പോൾ ചിഞ്ചു മിണ്ടാതിരിക്കാൻ എന്നാ പറ. അംഗനവാടി പോവാ. പഠിക്കാൻ പോവാന്ന് പറ. പഠിച്ച് മിടുക്കനാവൂലേ നമ്മുടെ കണ്ണൻ? മിടുക്കൻ കുട്ടനാവും. ശരി ശരി. പാത്തിക്ക് അങ്ങോട്ട് പാത്തിച്ചു. അമ്പൂറ്റി കാത്തോണേ, എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് പറ. ഞാൻ കൂളി പോവും ആദ്യമായിട്ടെന്ന് പറ. എൻ്റെ കൂടെ തന്നെ വരണേന്ന് പറ. എനിക്ക് കൂട്ടായിരിക്കണേന്ന് പറ. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, കൈ തൊഴുത്ത് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാന്ന് പറ. എല്ലാരും പ്രാർത്ഥിക്കണേന്ന് പറ. ദിവസമായതുകൊണ്ട് പോയി ദക്ഷിണയൊക്കെ കൊടുത്ത് ഒരു 5-10 മിനിറ്റ് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു കൂട്ടിയിട്ട് പോരാന്ന് ഓർത്തിട്ടാണ്. അപ്പം ഇന്നേ വരെ അവൻ എങ്ങും മാറി നിന്നിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ്. ഇരിക്കുമോയെന്നറിയത്തില്ല. 2 ദിവസം എന്തായാലും ഞാൻ കൂടെ പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് പരിചയമായി കഴിയുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങാൻ ഉള്ള പ്ലാനില്ല. എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ. വഴിയെ കൂടെ നടക്കും. കൊതുകൊക്കെ കടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. ഏട്ടൻ കയറി വരുമായിരിക്കും. ആരുടെ വണ്ടിയാടാ? ചേട്ടൻ്റെ വണ്ടിയല്ലേ? ഈ ചേട്ടൻ്റെ വണ്ടിയെ കയറി പോകാവേ. കയറി പോയേക്കാവേ. അച്ഛൻ വണ്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛയുടെ പൊടി പോലും കാണാനില്ല. പൊടി പോലും കാണാനില്ല. എന്തായാലും നമുക്ക് താഴോട്ട് നടന്നിറങ്ങിച്ചല്ലാവേ. ചെല്ലാം. അയ്യോ, അംഗനവാടി പോണ പിള്ളേര് നടന്നാ പോന്നേ. വാ, നടന്നു വാ. അതിനാ നടന്നു പോവത്തെ? വാ. വണ്ടിയൊന്നും വരത്തൊന്നുമില്ല. അതിലെ വണ്ടിയൊന്നും വരുന്നില്ല. വാ ഇങ്ങോട്ട്. എന്തോ ഇല്ലെന്നേ. വാ നടന്ന്. അയ്യോ, പണ്ടാരനുണ്ടോ? പണ്ടാരനൊന്നും ഇല്ല അവിടെ. മോട്ടർ അടിക്കുന്നൊന്നുമില്ല. നടന്ന് പോവാം. വാ. ഓടല്ലേ. വാ. ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തേ വാവേ. ഇനി ടീച്ചറിൻ്റെ കാലേ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചേ. കാലേ തൊട്ട് തൊഴുതേ. കാലേ തൊട്ട് തൊഴുതു. കാലേ തൊട്ട് തൊഴുതു. അങ്ങനെ ഞങ്ങൾ പോവുകയും ചെയ്തു. പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു. ടീച്ചർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ചു പോന്നു. ഇന്ന് അധികം നേരം നിന്നില്ല. ഏട്ടനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതുകൊണ്ട് നാളെ മുതൽ ഇനി കറക്റ്റായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. ടാറ്റ കൊടുത്ത കാണപ്പാ.